18 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യയിൽ നിന്നുള്ള വ്യോമസേന ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല അടക്കമുള്ളവരുമായി ആക്സിയം 4 ദൗത്യം ഭൂമിയിലേക്ക് മടങ്ങുന്നു. ബഹിരാകാശ നിലയത്തിലെത്തിയ അതേ ഡ്രാഗൺ പേടകത്തിൽ തന്നെയാണ് മടക്കയാത്ര. വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസ്, വളരെ സുപ്രധാനമായ ദൗത്യത്തിനാണ് സമാപ്തിയാവാൻ പോകുന്നത്. വിശദാംശങ്ങൾ. അർജുന, അല്പസമയത്തിനുള്ളിൽ തന്നെ അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാകും. 4:35 കൂടിയാണ് പേടകം ഈ ISS-ൽ നിന്നും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും പേടകം അൺഡോക്ക് ആവുക. 2ആയി വേർപെട്ട് തിരിച്ച് ഡ്രാഗൺ പേടകം, അതായത് ഇപ്പോൾ സംഘാംഗങ്ങൾ ആക്സിയം 4 സംഘാംഗങ്ങൾ, അതിനെ ഗ്രേസ് എന്ന പേരാണ് ഇട്ടിരിക്കുന്നത്. ഡ്രാഗൺ ഗ്രേസ് എന്ന പേടകം 4:35 കൂടി അൺഡോക്ക് ചെയ്യപ്പെട്ട് നാളെ 15-ാം തീയതി ഉച്ച തിരിഞ്ഞ് 3 മണിയോടുകൂടിയാണ് ഇത് സ്പ്ലാഷ് ഡൗൺ ആവുക, സമുദ്രത്തിലേക്ക് സ്പ്ലാഷ് ഡൗൺ ആവുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കിപ്പോൾ പുതുതായി പറയാൻ സാധിക്കുന്നത്. ഈ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. എന്തായാലും ഈ ഒരു അൺഡോക്കിംഗ് പ്രക്രിയയിലേക്ക് കടക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ ഗോ നോ ഗോ ഡെസിഷൻ എടുക്കാനുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തിന് ചിലപ്പോൾ മാറ്റം വന്നേക്കാം എന്നുള്ളതൊക്കെ ആദ്യഘട്ടത്തിൽ ഒരു സൂചനയുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള യാതൊരു സാങ്കേതിക പ്രശ്നങ്ങളുമില്ല. മാത്രമല്ല, ഈ സമുദ്രത്തിലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും കൂടി ഇത്തരത്തിലൊരു ദൈർഘ്യമാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു സമയമാറ്റം ഉണ്ടാകും എന്നുള്ള ചില സൂചനകളൊക്കെ ഇത്തരത്തിൽ വിദഗ്ധരടക്കം സൂചിപ്പിച്ചിരുന്നു. എന്തായാലും അതിനൊന്നും ഒരു മാറ്റവുമില്ല. ഹാച്ച് ക്ലോസിംഗ് പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞു. രണ്ടിടത്തെയും ഹാച്ചുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് അവിടെ നിന്നും ഈ അന്താരാഷ്ട്ര നിലയത്തിൽ നിന്നും ഈ ഒരു പേടകത്തിലേക്ക് കയറുന്നൊരു പ്രക്രിയയാണ് ഈ ഒരു ഹാച്ച് ക്ലോസിംഗ് പ്രക്രിയയുടെ തുടക്കം എന്ന് പറയുന്നത്. അതിനുശേഷം ഈ പേടകത്തിലെത്തി കൃത്യമായി അവർ സ്പേസ് സ്യൂട്ട് ധരിക്കുന്ന അടക്കമുള്ള പ്രോസസ്സ് പ്രക്രിയയെല്ലാം കൃത്യമായി കഴിഞ്ഞ് ഈ ഒരു പേടകത്തിനെ കൃത്യമായൊരു പ്രഷറിലേക്ക് എത്തിക്കേണ്ടതുണ്ട്, ആ ഒരു സമ്മർദ്ദത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതൊക്കെയാണ് ഈ ഒരു ഹാച്ച് ക്ലോസിംഗ് പ്രക്രിയയുടെ ഒരു പൂർണ്ണ രൂപം, അല്ലെങ്കിൽ നമുക്ക് വിവരിക്കാനാവുന്ന ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഈ ഒരു അൺഡോക്കിംഗ് നടക്കുക. ഈ ഒരു സമ്മർദ്ദം കൃത്യമായി തന്നെ ഗുരുത്വാകർഷണത്തിനോട് ഒപ്പമില്ല, അതായത് ഗുരുത്വാകർഷണം ഇല്ലായ്മയാണ് പ്രധാനമായും. അപ്പോൾ ഈ ഒരു പേടകത്തിനുള്ളിലും ഇതിന് സഞ്ചരിക്കാൻ പാകത്തിനുള്ള ഒരു സമ്മർദ്ദത്തിലേക്ക് എത്തിക്കേണ്ട ഒരു പ്രക്രിയയൊക്കെ തന്നെയാണ് ഈ ഒരു ഹാച്ച് ക്ലോസിംഗും അതോടൊപ്പം തന്നെയുള്ള ഈ ഒരു അൺഡോക്കിംഗ് എന്ന് പറയുന്നത്. അൺഡോക്കിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഹാച്ച് ക്ലോസിംഗ് പ്രക്രിയ പൂർണ്ണമായും പൂർത്തിയായി. അവർ ഈ ഒരു 4 പേരുണ്ട് ആക്സിയം 4 ദൗത്യത്തിൽ. പ്രധാനമായിട്ടും ഈ ഒരു സംഘത്തിൻ്റെ പൈലറ്റ് എന്ന് പറയുന്നത് ശുഭാംശു ശുക്ലയാണ്, ഇന്ത്യക്കാരനായിട്ടുള്ള ശുഭാംശു ശുക്ല. അതോടൊപ്പം അവരെ നയിക്കുന്ന കമാൻഡർ എന്ന് പറയുന്നത് പെഗി വിറ്റ്സൺ ആണ്, നാസയുടെ പരിചയസമ്പന്നയായ ഒരു ആസ്ട്രോനോട്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ തന്നെ ആകാശ നടത്തത്തിലടക്കം വലിയ രീതിയിൽ റെക്കോർഡുകൾ അടക്കമുണ്ട്. സുനിത വില്യംസിനോടൊപ്പം ഇത്തരത്തിലുള്ള റെക്കോർഡുകളടക്കം എപ്പോഴും മാറി മാറി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ പെക്കി വിറ്റ്സന്റെ എക്സ്പീരിയൻസ് തന്നെയാണ്, അനുഭവം തന്നെയാണ് ഈ ഒരു ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു കരുത്ത് എന്നത് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം ഉള്ളത് പോളണ്ടുകാരനായ സ്ലാവോസ് വിസ്നേവ്സ്കിയാണ്. പിന്നെ ഹംഗേറിയനായിട്ടുള്ള ടിബോർ കാപ്പുവുമുണ്ട്. ഇങ്ങനെ 4 പേരാണ് ഈ ഒരു ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. അവർ ഇതിൽ ഇന്ത്യക്കാരനായിട്ടുള്ള ഈ ഒരു ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ്, ബഹിരാകാശത്തെത്തുന്ന 2ാമത്തെ ഇന്ത്യക്കാരനാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വലിയ രീതിയിൽ വാദോരാതെ നമ്മൾ സംസാരിച്ചിരുന്നു. അത്രത്തോളം ചരിത്ര മുഹൂർത്തം പിറന്ന നിമിഷങ്ങളൊക്കെ നമ്മൾ ആഘോഷമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതായത് ജൂലൈ 25 കൂടിയാണ് ഇവിടുന്ന് പോകുന്നത്, ജൂലൈ 24 കൂടിയാണ് ഇവിടുന്ന് പോകുന്നത്. പിന്നീട് അടുത്ത ദിവസം 22 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം 28 മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്നത്. അതിനുശേഷം ശുഭാംശു ശുക്ലയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി സംസാരിക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. വർഷങ്ങൾക്ക് മുമ്പ് രാകേഷ് ശർമ്മ ആദ്യമായി ബഹിരാകാശത്തെത്തിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സാരേ ജഹാം സെ അച്ഛ എന്ന് തന്നെയാണ് ശുഭാംശു ശുക്ലയുടെയും മറുപടി ഉണ്ടായിരുന്നത്. അവസാനം സ്പേസിൽ നിന്നും ഈ ഒരു അൺഡോക്കിംഗ്, ഈ ഒരു ഹാച്ച് ക്ലോസിംഗ് പ്രക്രിയയ്ക്ക് തൊട്ട് മുമ്പായി ഈ ഒരു യാത്രയപ്പിനെല്ലാം ശേഷം ബഹിരാകാശത്ത് നിന്നുള്ള ശുഭാംശു ശുക്ലയുടെ അവസാനത്തെ മറുപടി എന്ന് പറയുന്നതും ഇന്ത്യ ഈസ് സ്റ്റിൽ സാരേ ജഹാം സെ അച്ഛ എന്ന് തന്നെയാണ്. ഇന്ത്യ ഇപ്പോഴും അതിമനോഹരമാണ് എന്നുള്ളത് തന്നെയാണ് ശുഭാംശുവിൻ്റെ ഈ ഒരു സന്ദേശം, അല്ലെങ്കിൽ അവസാനമായി സ്പേസിൽ നിന്നുള്ള ആ ഒരു മറുപടി എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ നിരവധി ഗവേഷണങ്ങളും ഒക്കെ അവിടെ പൂർത്തിയായിട്ടുണ്ട്. 14 ദിവസത്തെ യാത്രയ്ക്കായിട്ടാണ് ഇവർ പോയിരുന്നത്. എന്നാൽ പിന്നീട് അത് 18 ദിവസമാവുകയാണ്.
അങ്ങനെ അധികമായി അവർക്കൊരു 4 ദിവസം കൂടി ലഭിച്ചു എന്നുള്ളതും കൂടിയുണ്ട്. 60-ലധികം പരീക്ഷണങ്ങളാണ് അവർ പ്രധാനമായും ഈ ഒരു കാലയളവിൽ അവർ നടത്തിയത്. അതിൽ ഇന്ത്യയുടെ 7 പരീക്ഷണങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഒരു നടത്തിയ ഗവേഷണങ്ങളുടെ പട്ടികയിൽ എന്നുള്ളതും കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ശുഭാംശുവിനെ സംബന്ധിച്ച് ശുഭാംശു ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഈ ഒരു സ്പേസിൽ, അതായത് ഗുരുത്വാകർഷണമില്ലായ്മയിൽ മൈക്രോ ആൽഗയുടെ വളർച്ച എത്രത്തോളം പഠിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ശുഭാംശു പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു ഗവേഷണം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു മൈക്രോ ആൽഗയെ വളർത്തിയെടുക്കുന്നതിലൂടെ, ഗുരുത്വാകർഷണമില്ലായ്മയിൽ മൈക്രോ ആൽഗയെ വളർന്നു വരുന്നതിലൂടെ കൂടുതൽ കാലം ഈ ബഹിരാകാശ യാത്രികർക്ക് നിലനിൽക്കാനുള്ള സാഹചര്യവും കൂടിയാണ് ഉയരുന്നത്. കാരണം മൈക്രോ ആൽഗയുടെ വളർച്ച കൃത്യമായി നടക്കുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നതടക്കമുള്ള പ്രക്രിയകളൊക്കെ വരും കാലത്ത് ബഹിരാകാശ യാത്രികർക്ക് കൂടുതൽ ഫലപ്രദമാകും എന്നുള്ളതും കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ഗവേഷണങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ പല വിത്തുകളുടെ ഉൽപ്പാദനമടക്കമുള്ള ചില ഗവേഷണങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വരും കാലങ്ങളിൽ ഇന്ത്യയുടെ അടക്കമുള്ള ബഹിരാകാശ ദൗത്യങ്ങളുണ്ട്. കാരണം ഗഗൻയാൻ അടക്കം, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര അന്തരീക്ഷ നിലയം അടക്കം, ഇന്ത്യയുടെ സ്വന്തമായ ബഹിരാകാശ നിലയം അടക്കമുള്ള നിരവധി ദൗത്യങ്ങളുണ്ട്. അതിനൊക്കെ ഒരു തുടക്കം കുറിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ശുഭാംശു ശുക്ലയെ സംബന്ധിച്ച് ഈ ഒരു ആക്സിയം 4 ദൗത്യത്തിലൂടെ അദ്ദേഹം പൂർത്തീകരിച്ചത് എന്നുള്ളതും കൂടിയുണ്ട്. 60-ലധികം ദൗത്യങ്ങൾ, ഗവേഷണങ്ങൾ ഈ 4-അംഗ സംഘം അവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടേതായി 7 ദൗത്യങ്ങളാണ്, 7 ഗവേഷണങ്ങളാണ് ഇതിനോടൊപ്പം ഉണ്ടായിരുന്നത് എന്നുള്ളതും കൂടിയുണ്ട്. എന്തായാലും 4:35 ഇപ്പോൾ സമയം 4:34 ആയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ അൺഡോക്കിംഗ് പ്രോസസ്സ് പൂർത്തിയാകും. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നോക്കിയാൽ തന്നെ കാണാം, അതിനെ കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അവസാന നിമിഷത്തിലേക്ക്, അല്ലെങ്കിൽ അൺഡോക്കിംഗ് പൂർണ്ണമായും ഈ ഒരു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഇത് വേർപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു അൺഡോക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഡോക്കിംഗ് പ്രോസസ്സിന് സമാനമായിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ഈ ഒരു അൺഡോക്കിംഗ് പ്രക്രിയയിൽ കുറച്ചുകൂടി ഒരു സാധാരണ നിലയേക്കാൾ, ഡോക്കിംഗ് പ്രോസസ്സിനേക്കാൾ ചെറിയ രീതിയിലൊരു റിസ്ക് കൂടുതലാണ് എന്നുള്ളതും കൂടി നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം. കാരണം അൺഡോക്കിംഗ് എന്ന് പറയുന്നത് തിരിച്ച് അവർ പോവുകയാണ്. മാത്രമല്ല ഈ വന്ന സമയം പോലെ, അല്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഈ ഒരു കൃത്യമായി ഒരു പാത സ്വീകരിച്ച് അത് ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചില ചിന്തകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ എല്ലാ കാലത്തുമുണ്ട്. പക്ഷേ അതൊക്കെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും, അതൊക്കെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഗവേഷകരടക്കം ഇതിന് കൃത്യമായൊരു പഠനം നടത്തി കൃത്യമായൊരു അൺഡോക്കിംഗ് പ്രോസസ്സ് തന്നെ, പ്രക്രിയ തന്നെ പൂർത്തിയാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് പിന്നിലെ കാൽക്കുലേഷൻസ് എല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അല്പസമയം മാത്രമേ ഉള്ളൂ. 4:34 ആയിരിക്കുന്നു, 4:35 ആയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു അൺഡോക്കിംഗ് പ്രക്രിയയും പൂർത്തിയാകുമെന്നുള്ളതാണ്. ആക്സിയം 4 ജൂൺ 24 ഇവിടുന്ന് പുറപ്പെട്ട ഫാൽക്കൺ 9 റോക്കറ്റിൽ പുറപ്പെട്ട ഡ്രാഗൺ പേടകം, ഡ്രാഗൺ ഗ്രേസ് എന്ന് ആക്സിയം 4 സംഘാംഗങ്ങൾ വിളിക്കുന്ന, ഓമന പേരോടെ വിളിക്കുന്ന ആ ഒരു പേടകം, ഡ്രാഗൺ പേടകം അടുത്ത ദിവസത്തോടുകൂടി 28 മണിക്കൂർ 22 മണിക്കൂറിലധികം യാത്ര ചെയ്ത് അവിടെ എത്തി ഡോക്കിംഗ് പൂർത്തിയായി. ISSലെ മറ്റംഗങ്ങളെ കണ്ട് ഈ ഒരു ഗവേഷണങ്ങളടക്കം പൂർത്തിയാക്കി. 14 ദിവസത്തിനായി പോയിട്ട് പിന്നീട് അത് 18 ദിവസമായിരിക്കുന്നു. 4 ദിവസം അധിക സമയം ലഭിച്ചു. അവർ ഗവേഷണങ്ങളെല്ലാം കൃത്യമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. അതിനുശേഷമുള്ള യാത്രയയപ്പും എല്ലാം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇതിപ്പോൾ ഈ പേടകത്തിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളാണ്. ഡ്രാഗൺ ഗ്രേസ് പേടകത്തിനുള്ളിലെ ദൃശ്യങ്ങളാണ്. ഡോക്കിംഗ് പൂർത്തിയാകാൻ അല്പസമയം കൂടി മാത്രമാണുള്ളത്. ഇപ്പോൾ ആ ഒരു ഡ്രാഗൺ പേടകത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 4 പേരാണ് ഈ ഒരു ആക്സിയം 4 സംഘം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്കാരനായിട്ടുള്ള ശുഭാംശു ശുക്ലയാണ്. വ്യോമയാന പൈലറ്റാണ്. ഏറെക്കാലമായി ഈ ഒരു രംഗത്ത് കൃത്യമായ പഠനങ്ങൾ നടത്തുന്നു. ഗഗൻയാൻ ദൗത്യത്തിലെ സംഘാംഗമാണ്. ഇനി വരും കാലത്ത് ഇന്ത്യ സ്വന്തമായി മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന നിലയിലേക്ക് എത്തുമ്പോൾ ആ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗവേഷകൻ, ശാസ്ത്രജ്ഞൻ എന്നെല്ലാം തന്നെ നമുക്ക് എടുത്തു സൂചിപ്പിക്കാൻ പറ്റും. എന്തായാലും അഭിമാന നേട്ടം ഇന്ത്യക്ക് സമ്മാനിച്ച ഒരു വിദഗ്ധൻ, സാങ്കേതിക വിദഗ്ധൻ എന്നൊക്കെ തന്നെ നമുക്ക് സൂചിപ്പിക്കാം. ബഹിരാകാശ യാത്രികൻ. ഒപ്പമുള്ളത് കമാൻഡറായിട്ടുള്ള, ഈ ഒരു സംഘത്തിൻ്റെ കമാൻഡറായിട്ടുള്ള പെഗി വിറ്റ്സൺ, അനുഭവ സമ്പന്നയായ ഒരു ബഹിരാകാശ യാത്രിക കൂടിയാണ്. അപ്പോൾ ഒപ്പം തന്നെ പോളണ്ടിൻ്റെയും ഹംഗറിയുടെയും ഇതേപോലെ തന്നെ ഇന്ത്യയുടെ പോലെ തന്നെ പോളണ്ടിൻ്റെയും ഹംഗറിയുടെയും സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം പോളണ്ടിനെ സംബന്ധിച്ചും ഹംഗറിയെ സംബന്ധിച്ചും ആദ്യമായിട്ടാണ്
ഒരു ബഹിരാകാശ യാത്രികർ അല്ലെങ്കിൽ പോളണ്ടിൻ്റെ ഒരു ബഹിരാകാശ യാത്രികനും ഹംഗറിയുടെ ഒരു ബഹിരാകാശ യാത്രികനും ഇപ്പോൾ ബഹിരാകാശത്തെത്തുന്നുള്ള അപ്പോൾ ആ ഒരു രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചും ഏറെ ചരിത്ര നിമിഷം കൂടിയാണ് ഇതെന്നുള്ളതും കൂടിയുണ്ട്. ഇപ്പോൾ അവർ തിരിച്ചു വരികയാണ്. ഇന്ത്യയുടെ ശുഭാംശു ശുക്ലയും കമാൻഡറായിട്ടുള്ള പെഗ്ഗി വിറ്റ്സണും പോളണ്ടിൻ്റെ സ്ലാവോസ് സുസ്നാൻസ്കി വിസ്നേവ്സ്കിയും മാത്രമല്ല ഹംഗറിയുടെ ടിബോർ കാപ്പുവുമാണ് ഈ ആക്സിയം 4 ദൗത്യ സംഘം എന്ന് പറയുന്നത്. ഇനിയും സമയം അധികമില്ല. അതിൻ്റെ അവസാനത്തെ സാങ്കേതിക ഘട്ടങ്ങളിലേക്കൊക്കെ കടന്നിരിക്കുന്നു. അവർ കൃത്യമായ സൂചനകൾ ആംഗ്യത്തിലൂടെ തന്നെ കൈമാറുന്നു. എല്ലാത്തിനും തയ്യാറായി കഴിഞ്ഞു. ഇനി അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നുള്ളൊരു സൂചനയടക്കം അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സമാധാനപരമായി അവർ ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും വേർപെടാൻ പോവുകയാണ്. അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാകാൻ പോവുകയാണ്. അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയായതിന് ശേഷം ഇത് കൃത്യമായ പാത ഇപ്പോഴുള്ള ആ ഒരു ഓർബിറ്റിൽ തന്നെ ഇതിന് കൃത്യമായി നിശ്ചയിച്ചിരിക്കുന്ന ആ ഓർബിറ്റിൽ, അതായത് ഗുരുത്വാകർഷണം കുറവുള്ള ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന ഒരു പാതയായിരിക്കും സ്വീകരിക്കുക എന്നുള്ളതും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രാ ദൈർഘ്യം കുറവായിരിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. കാരണം വന്നപ്പോൾ 22 മണിക്കൂറിലധികം സമയമെടുത്തു എന്നുള്ളതാണ്. 28 മണിക്കൂറോളം സമയമെടുത്തു. എന്നാൽ തിരിച്ചുവരവ് എന്ന് പറയുന്നത് 20 മണിക്കൂറിൽ സാധ്യമാകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സമയമനുസരിച്ച് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ആക്സിയം 4-ൻ്റെതായിട്ട് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ആക്സിയം 4 അധികൃതർ അടക്കം പറയുന്നത്, നാസയടക്കം പറയുന്നത് ഇതൊരു 3 മണിയോടുകൂടി തന്നെ കടലിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യും എന്നുള്ളതാണ്. ഈ ഒരു കൃത്യമായൊരു സ്പ്ലാഷ് ഡൗൺ പ്രക്രിയയടക്കം രൂപീകൃതമായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് രൂപീകരിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ പദ്ധതികളും അടക്കമുണ്ട്. അപ്പോൾ ഇത് കരയിലും വെള്ളത്തിലും അടക്കം ലാൻഡ് ചെയ്യാൻ പാകത്തിനാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്, ഡ്രാഗൺ പേടകത്തിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. എന്നാൽ കൂടുതൽ സുരക്ഷിതം എന്ന് പറയുന്നത് കടലിൽ ഇറക്കുന്നതായതുകൊണ്ടും ബഹിരാകാശ യാത്രികരുടെ സുരക്ഷയെ സംബന്ധിച്ചുമൊക്കെ തന്നെയാണ് ഇപ്പോഴും അത് കടലിൽ തന്നെ ഇറക്കാം എന്നുള്ളൊരു സൂചനയിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതിൽ ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കമ്പനികളുണ്ട്. അല്ലെങ്കിൽ ആക്സിയം 4 ആണ് ഇതിന് പ്രധാനമായും ചുക്കാൻ പിടിച്ച കമ്പനി എന്ന് പറയുന്നത്. അത് നമുക്ക് കൃത്യമായി അറിയാം. ആക്സിയത്തിൻ്റെ 4ാം ദൗത്യമാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് സ്പേസ് എക്സ് ആണ്. ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് ആണ്. ഏറെ കാലമായി ബഹിരാകാശ ദൗത്യങ്ങളടക്കം പലതരത്തിലുള്ള ബഹിരാകാശ ദൗത്യങ്ങളും പലതരത്തിലുള്ള പുതിയ പരീക്ഷണങ്ങളും നവയുഗ പരീക്ഷണങ്ങൾ എന്നൊക്കെ തന്നെ പറയണം, അത്തരത്തിലുള്ള പരീക്ഷണങ്ങളുമൊക്കെ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് നടത്തി വരികയാണ്. ഒപ്പം തന്നെ നാസയും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചും വലിയൊരു ചരിത്ര നേട്ടം കൂടിയാണ്. ഇന്ത്യയും വലിയ രീതിയിൽ ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ നിരവധി പരീക്ഷണങ്ങളടക്കം ശുഭാംശുവിൻ്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ശുഭാംശു തന്നെ അത് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗവേഷണങ്ങളൊക്കെ വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. അതിൻ്റെയൊക്കെ സാമ്പിളുകളുമായാണ് ശുഭാംശു അടക്കമുള്ള ഈ ഒരു ആക്സിയം 4 സംഘം തിരിച്ചെത്തുന്നത് എന്നുള്ളതും കൂടിയുണ്ട്. ഈ ഒരു പരീക്ഷണങ്ങളുടെ ഈ ഒരു അനാലിസിസ്, കൃത്യമായൊരു റിസൾട്ട് പഠിച്ച ശേഷം കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ ഫലപ്രദമായ ഒരു ബഹിരാകാശ പേടകവും ബഹിരാകാശ സംവിധാനങ്ങളുമൊക്കെ തന്നെ ഇന്ത്യക്ക് വരും കാലത്ത് ഭാവിയിൽ ഗഗൻയാൻ ദൗത്യത്തിലും ഒപ്പം തന്നെ ഈ ഒരു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം, ഇന്ത്യക്ക് സ്വന്തമായൊരു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കാലത്ത് ഇനി ആ ഒരു സമയത്തിന് അധിക കാലമില്ല. കാരണം വളരെ അടുത്ത് കഴിഞ്ഞു. ഒരു ഇന്ത്യക്കാരൻ അവിടെ പോയി എല്ലാം കൃത്യമായി പഠിച്ചു കഴിഞ്ഞു. ആ ശുഭാംശുവിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഇനി അങ്ങോട്ടുള്ള ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങളെല്ലാം തന്നെ. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ആക്സിയം 4 ദൗത്യ സംഘത്തിൻ്റെ തലവനായിട്ടുള്ള പെഗി വിറ്റ്സണെ നമ്മൾ കണ്ടു. അനുഭവ സമ്പന്നയായ ഒരു ബഹിരാകാശ യാത്രികയാണ്. അപ്പോൾ നാസയെ സംബന്ധിച്ച് അവരുടെ ഒരു ട്രംപ് കാർഡ് എന്നൊക്കെ പറയാൻ സാധിക്കുന്ന ഒരു ബഹിരാകാശ യാത്രികയാണ് പെഗി വിറ്റ്സൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എത്തരത്തിലുള്ള ദൗത്യങ്ങൾ വന്നാലും ഈ പെഗി വിറ്റ്സൻ്റെ അടക്കമുള്ളൊരു നിരീക്ഷണത്തിലൂടെയായിരിക്കും എല്ലാ ദൗത്യങ്ങൾക്കും ഒരു മുന്നോട്ടുള്ള നീക്കുപോക്കുകൾ സാധാരണ ഉണ്ടാവുക. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവ സമ്പന്നയായ ബഹിരാകാശ യാത്രികർ എന്നും ഓരോ രാജ്യത്തിനും ഒരു മുതൽക്കൂട്ടാണ്. അത്തരത്തിലുള്ളൊരു മുതൽക്കൂട്ടാണ് അമേരിക്കയ്ക്ക് പെഗി വിറ്റ്സൺ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു ട്രംപ് കാർഡ് ആയിരിക്കുകയാണ് ശുഭാംശു ശുക്ല ഇന്ത്യക്ക് എന്നുള്ളതും കൂടിയുണ്ട്. കാരണം കാലങ്ങൾക്ക് ശേഷം ഇന്ത്യക്കായി ബഹിരാകാശം
ബഹിരാകാശത്തെത്തി ബഹിരാകാശത്ത് നിരവധി ഗവേഷണങ്ങൾ നടത്തി ബഹിരാകാശത്തെ അനുഭവങ്ങൾ കൊണ്ടാണ് ശുഭാംശു വരുന്നത്. ആ അനുഭവങ്ങൾ മറ്റ് ബഹിരാകാശ യാത്രികർക്കും മറ്റ് ഗവേഷകർക്കുമൊക്കെ പങ്കുവെക്കുന്നതിലൂടെ ആ ഗവേഷണങ്ങളുടെ ഫലങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് കൃത്യമായ നിരീക്ഷണങ്ങൾ തൻ്റേതായ നിരീക്ഷണങ്ങൾ ഗവേഷകർക്ക് പങ്കുവെക്കുന്നതിലൂടെ കൂടുതൽ സാധ്യതകളും കൂടി തെളിയുകയാണ് ഇന്ത്യക്ക് എന്നുള്ളതും കൂടിയുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് എന്നുള്ളതും കൂടിയുണ്ട്. ചെറിയ അല്പം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നോക്കുക അല്പതാമസം വരുന്നുണ്ട് അൺഡോക്കിംഗ് പ്രോസസ്സിന് എന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ഒരു അൺഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയാകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പറയാൻ സാധിക്കുക. അജന കാളിദാസ്, ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തെ 142 കോടി ഇന്ത്യക്കാരുടെ പ്രതീക്ഷയ്ക്ക് ചിറക് വിരിച്ചാണ്